UDF വഴങ്ങാതിരുന്നതോടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം PV അൻവറിന് ചുറ്റും. അൻവർ ഇനി എന്തു പറയുമെന്നത് ശ്രദ്ധേയം. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് UDFന്റെ നിർണായക നീക്കം. ജോയിയെ പിന്തുണച്ചവരും ഷൗക്കത്തിനൊപ്പം. സമ്മർദ്ദം ശീലമാക്കിയ അൻവറിന് മുന്നിൽ UDF വാതിലും അടയും. ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടം സന്ദർശിച്ച് ഷൗക്കത്തിന്റെ പ്രചാരണത്തിന് തുടക്കം. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ പള്ളിയും സന്ദർശിക്കും. പാണക്കാട്ടും ഇന്നെത്തും. UDF മണ്ഡലം നേതൃയോഗം ഇന്ന് നിലമ്പൂരിൽ. നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാവില്ല. തിരുവനന്തപുരത്ത് ചേരാനിരുന്ന CPM സെക്രട്ടേറിയറ്റ് യോഗം മാറ്റി. പാർട്ടി ചിഹ്നത്തിലെങ്കിൽ M സ്വരാജിന് തന്നെ സാധ്യത. വീണ്ടും സ്വതന്ത്ര പരീക്ഷണത്തിനുള്ള സാധ്യതയും തള്ളാതെ പാർട്ടി കേന്ദ്രങ്ങൾ. നിലമ്പൂരിൽ ഇന്ന് CPM മണ്ഡലം കമ്മിറ്റി. നാടെങ്ങും മഴ തുടരുന്നു. ഇടുക്കി ചുരുളിയിൽ അർദ്ധരാത്രി മണ്ണിടിച്ചിൽ. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. റെയിൽവേ ട്രാക്കിൽ പലയിടത്തും മരം വീണതിനെ തുടർന്ന് സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതം താറുമാറായി. ട്രെയിനുകൾ ഓടുന്നത് മണിക്കൂറുകൾ വൈകി. കണ്ടെയ്നറുകൾ തീരത്തടിയുന്നത് തുടരുന്നു. തിരുവനന്തപുരം തീരത്ത് വർക്കലയിലും അഞ്ചുതെങ്ങിലും പുലർച്ചെ എത്തിയത് 4 കണ്ടെയ്നറുകൾ. 2 എണ്ണം തകർന്ന അവസ്ഥയിൽ. പാപനാശം തീരത്ത് ആശങ്ക സൃഷ്ടിച്ച് കണ്ടെയ്നറിൽ നിന്നുള്ള വെളുത്ത പൊടി പരന്നു. അഞ്ചുതെങ്ങിലും മാമ്പള്ളിയിലും അടിഞ്ഞത് 2 കണ്ടെയ്നറുകൾ. ഉണ്ണി മുകുന്ദൻ മാനേജർ വിപിൻ കുമാറിനെ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റത് നരിവേട്ട സിനിമയെ പ്രശംസിച്ച് സമൂഹ മാധ്യമ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെയെന്ന് വിപിൻ കുമാർ. പരാതി നൽകിയത് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ. ജയിലിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അഫാൻ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. കഴുത്തിലെ ഞരമ്പുകൾക്ക് കാര്യമായ ക്ഷതമേറ്റെന്ന് ഡോക്ടർമാർ.